എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിൽ സ്വാഗതം. ഇപ്പൊ ഡ്രസ്സൊക്കെ ചെയ്ത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ എവിടെയോ പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കാണ്. നമ്മൾ എവിടെയാ പോണേ പോലും? എറണാകുളത്ത് ഞങ്ങൾ ആനിമൽസിനെ കാണാൻ പോവാ. എവിടെയാ നീ? എറണാകുളത്ത് പോവാന്നറിയാം, പക്ഷെ എവിടെയാ പോണേന്നൊന്നും അവർക്ക് അറിയില്ല കേട്ടോ. ആനിമൽസിനെ കാണാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ മുഴുവനായിട്ടൊരു പിക്ചർ കിട്ടിയിട്ടില്ല അവർക്ക്. എന്തായാലും എവിടെയാ പോണേന്നുള്ളത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് പോയിട്ട് വരാം. എങ്ങനെയാ പൊന്നു പോവാൻ പോകുന്നേ? ബസ് ഉണ്ടോ? അതെന്താ ബസ് കൊണ്ട് പോകുന്നേ? അച്ഛനില്ല, അച്ഛൻ വീട്ടിലില്ലാത്ത കാരണം ബസ്സിനാണ് ഇപ്പൊ പോകുന്നത്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു 20 മിനിറ്റ് എടുക്കും എറണാകുളം എത്താനായിട്ട്. അവിടെ നിന്ന് എറണാകുളത്തപ്പം ഗ്രൗണ്ടിലേക്ക് ഓട്ടോന് പോകേണ്ടി വരും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സർപ്രൈസ് എന്താണെന്നുള്ളത് ഇവരറിയുള്ളൂ. ഇപ്പോൾ പോയിട്ട് വരാം അല്ലേ? ഡിസ്നി വേൾഡിലേക്കാണോ പൊന്നു പോകുന്നേ? പക്ഷിയുള്ള അതേ ഇത് നോക്കിയേ കൃഷ്ണ, ദേ ഇവിടെ നോക്കിയേ, ദേ അവിടെ എന്തോരം തത്തനെ നോക്കിയേ. ദേ ഇവിടെ വേറൊരു തത്തനെ കണ്ട. ദേ ഓന്ത്. മേലൊക്കെ കിടക്കണം. കൃഷ്ണ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ആ കൈയിട്ട് അത് കൊത്തും, അത് കടിക്കായിരിക്കും. എന്നറിയോ ആമൻ എന്തിനാണ് ഇംഗ്ലീഷിൽ പറയണ? അറിയൂലേ? എന്തൊരു മീനാന്ന് നോക്കി. കൊച്ചുങ്ങളാ. ഈ എക്സ്പോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലേ 2 മലമ്പാമ്പും ഒരു തത്തയും പിന്നെ ഒരു ഓന്തിനെ പോലെ ഇരിക്കുന്ന ഒരു ജീവി. അത് ഓന്തിൻ്റെ വർഗത്തിൽപ്പെട്ടതാണെങ്കിലും അത് ഓന്തല്ല എന്ന് പറഞ്ഞു. അത് ഓന്തിനെ പോലെ നിറം മാറൊന്നുമില്ല. അത് മാത്രമല്ല സൈസ് ഇത്തിരി വലിയ സൈസാണ്. ഇതൊരു 100 രൂപ കൊടുത്താൽ നമ്മൾക്ക് കയ്യിലെടുക്കാനായിട്ട് തരും. ഇത് കോട്ടയത്തുള്ള 3 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ വളർത്തുന്നതാണെന്നാണ് പറഞ്ഞത്. ഒരു മലമ്പാമ്പ് നമ്മളിവിടെ സാധാരണ കാണുന്ന പോലത്തെ ഒരു പാമ്പാണ്. ഒന്ന് ആഫ്രിക്കൻ മലമ്പാമ്പാണെന്ന് പറഞ്ഞു. അത് നല്ല വൈറ്റാണ്. ഇത് 1 വയസ്സ് ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ പാമ്പിന് ഒരുപാട് പേടിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആദ്യം എടുത്തപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പേടിയൊക്കെ പോയട്ടോ. ഞാൻ ഉണ്ണിനോടും പൊന്നൂനോടും കുറേ പറഞ്ഞു ഇത് എടുക്കാനായിട്ട്. അവർക്ക് പേടിയായി. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം നിർബന്ധിക്കാനും നിന്നില്ല. ഡിസ്നി വേൾഡ് ചെല്ലുവന് പാമ്പിനെയൊക്കെ കയ്യിലെടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ഡിസ്നി വേൾഡ് കാണാനായിരുന്നു. ശരിക്കും ഒരു ഡിസ്നി വേൾഡ് തന്നെ. കാണാൻ നല്ല ഭംഗിയാണ്. കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. മിക്കി മൗസ്, ഡിസ്നി, അതേപോലെ ആന ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്. ആദ്യം പൊന്നൂനടുത്ത് പോകാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ആള് നല്ല ഹാപ്പിയായി, ജോളിയായി. അവരുടെ കൂടെ നിന്ന് ഡാൻസൊക്കെ കളിക്കാനൊക്കെ തുടങ്ങി. എന്തായാലും നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്നൊരു സംഭവമാണ് ശരിക്കും ഇത്.
കളിക്കണോ? ഡിസ്നി വേൾഡിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അച്ചാറുകളുടെ സെക്ഷനിലാണ് കേട്ടോ. എപ്പോൾ എക്സ്പോ കാണാൻ പോയാലും അവിടെ നിന്ന് ഒരു അച്ചാർ മേടിക്കുക മസ്റ്റാണ് ഞങ്ങൾക്ക്. അതും നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള അച്ചാർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് അച്ചാർ മിക്സഡ് വെജിറ്റബിൾസിൻ്റെ അച്ചാർ മേടിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ കാണാനായിട്ട് പോയി. കൊനോന് ഏത് ഫ്ലേവറാണ് വേണ്ട? ഞാൻ പറഞ്ഞു എന്താണ് മുന്നോ? അച്ഛൻ പറയുമ്പോഴും പോവാ. അച്ഛൻ വരുമ്പോഴും പോണോ? അപ്പൊ എന്നിട്ട് പാമ്പിനെയൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ട് പിടിച്ചില്ലല്ലോ? അച്ഛൻ പിടിക്കും. അച്ഛനല്ല പൊന്നു എന്താ പിടിക്കാഞ്ഞ്? എനിക്ക് പേടിയാ? അച്ഛൻ വരുമ്പോ അച്ഛൻ്റെ ഒപ്പം അച്ഛൻ്റെ കയ്യില് 2 പാമ്പ് വെക്കും. 2 പാമ്പിനെ വെക്കോ? പിന്നെ ഇനിയിപ്പോ എങ്ങോട്ടാണ്? വീട്ടിലോട്ട്. വീട്ടിലോട്ടാ?